പുസ്തകവരികൾ പോലെയാണ് നമ്മുടെ അച്ഛന്മാര്. സീരിയസ്ലി നമ്മളത് മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അവര് ഈ പറയുന്ന പോലെ അച്ഛൻ ദൂരെ ഒരിടത്തായിരുന്നു, സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു പല കാര്യങ്ങളും. എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷെ നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ ഷബീറിന്റെ അന്നത്തെ പ്രായത്തില് അതെല്ലാം വലിയ വേറെ രീതിയിൽ എടുക്കും. പ്രായത്തിന്റെ ഒരു കുഴപ്പമാണ് അതെല്ലാം. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് അങ്ങനെ ഉമ്മച്ചിനെ വിളിച്ചപ്പോ പറഞ്ഞു, രണ്ടാമത് വിളിച്ചു ഉമ്മച്ചിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ ഉമ്മച്ചിനോട് വാക്കോട് പറഞ്ഞു, ഈ ഇങ്ങോട്ട് വരണ്ട, കാരണം ഈ എനിക്ക് ഫോൺ വിളിച്ചത് ആരും പറയണ്ട, എനിക്ക് എത്രയാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളൊക്കെ പഠിച്ചോ. ഞാൻ എന്റെ അമ്മോനുണ്ട്, ഐ മീൻ ഉമ്മന്റെ ബ്രദർ, ഓനെനിക്ക് ഒന്ന് വിളിച്ചേക്ക്, ഓൻ എനിക്ക് ആവശ്യമുള്ള പൈസ ഒക്കെ അയച്ചിരുന്നൊക്കെ പറഞ്ഞ്. ഉമ്മച്ചിക്ക് പേടിയാണ്, വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആക്ച്വലി എന്നെ ഇവിടെ ഇടുവോ, അല്ലെങ്കിൽ ഇനിയും ഡൽഹിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു മടക്കി അയക്കില്ല എന്നുള്ളൊക്കെ പേടിയായിരുന്നു ഉമ്മച്ചി. കാരണം ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി. ഉമ്മച്ചി നല്ല അടിപൊളിയാണ്. ഉമ്മച്ചി എന്താ പറയാ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദെയർ ഈസ് എ വിമൻ എന്നൊക്കെ പറഞ്ഞ മാതിരി എന്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചിയുടെ പേര് പറയാമോ? ഉമ്മു സൽമ. ഉമ്മു സൽമ. ഉമ്മച്ചി ലൈക്ക് നമ്മളിപ്പോ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താപ്പത്തെ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താപ്പത്തെ സങ്കടം എന്നൊക്കെ ചോദിക്കൂലേ, ശരിക്കും എന്റെ ഉമ്മച്ചി അങ്ങനത്തെ ഒരാളാണ്. എന്റെ ഉമ്മച്ചി ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ചക്കരയാണ്. അപ്പം ലൈക്ക് ഉമ്മച്ചി എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയില്ല, ഞാൻ തിരിച്ചു പോയില്ല, അവിടെ നിന്നു. കോളേജിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം വീട്ടിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം പക്ഷേ ഇതൊരു മെന്റൽ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണോ ഇത്? അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം ഈ സൂയിസൈഡ് ടെൻഡൻസി എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ വീട്ടിൽ നിർത്താൻ പാടില്ല. ആണോ? യെസ്, ഭയങ്കര ഡേഞ്ചറാണ്, ഹൈലി ഡേഞ്ചറാണ് ആക്ച്വലി. കാരണം നമുക്കൊരാളെ കൊല്ലാനുള്ള പുതിയേക്കാട്ടിലും ഡേഞ്ചറാണ് നമുക്ക് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത് ഭയങ്കരമാണ്, ഭയാനകമാണ്. കാരണം ആ സമയത്ത് നമുക്കത് അറിയില്ല. കാരണം ഈ ഡിപ്രഷൻ. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചോദിക്കട്ടെ ഷബീർ പലതവണ സ്വയം ഇങ്ങനെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ സിറ്റുവേഷൻസ് ഒക്കെ ആ സമയത്തും ദൈവത്തിന്റെ ഇതായിട്ടില്ല ഷബീറിനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഷബീർ അവിടെ രക്ഷപ്പെട്ടു വരികയാണ്. അപ്പൊ ഷബീറിന് ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്നു. വീണ്ടും വീട്ടുകാരെ കാണുമ്പം, ഈ ഉമ്മയെ കാണുമ്പോൾ പോലും ദേഷ്യമോ അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു അവേഷനോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ ആ സമയത്ത് ഡിപ്രഷൻ എക്സ്ട്രീമിലൂടെ കടന്നു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഡിപ്രഷൻ എക്സ്ട്രീമിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മുമ്പിലുള്ളതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. നമ്മളെ മുമ്പിൽ നടക്കുന്നതൊക്കെ ഒരു യാന്ത്രികമായിട്ട് നമുക്ക് തോന്നും. സീരിയസ്ലി നമ്മളെ മുമ്പിലുള്ള സിമ്പതി എമ്പതി ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കുന്ന ആ മുഖത്തിന്റെ അവരെയൊക്കെ കാണുമ്പം അവരോടൊക്കെ വല്ലാത്തൊരു വെറുപ്പ്, ഒരു ഹേറ്റ്രഡ്, ആ ഒരു ഫീല്. വെറുപ്പ് സ്വാഭാവികമായിട്ട്. ഞാൻ എന്റെ ഉമ്മയെ അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എന്റെ ഉമ്മ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഉമ്മാനെ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ എന്തൊക്കെയോ വളരെ ബാഡായിട്ടുള്ള വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ പേരൻസിന്റെ അടുത്ത്. കാരണം എനിക്ക് എന്നെ അത്രക്കും ദേഷ്യമായിരുന്നു ആ സമയത്ത്. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്റെ ദൈവവിശ്വാസമൊക്കെ പോയിട്ടോ സീരിയസ്ലി. കാരണം ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വീണ്ടും ജീവിപ്പിച്ചു. ആക്സിഡന്റ് സംബന്ധിച്ച് എന്നെ മാത്രം ബാക്കിയാക്കി. എനിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു എന്നോടും ദൈവത്തിനോടും എന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരോട് ഫുള്ളും. ആക്ച്വലി എക്സ്ട്രീം ആയിപ്പോയി. അപ്പൊ ഡോക്ടർ നിർദ്ദേശം കൊടുത്തു, ഇവനെ ഇനിയും വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്തുണ്ട് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ, നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് എനിക്കൊരു കേസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പഠിക്കുന്ന PhD ചെയ്ത് നിൽക്കുന്ന സമയത്ത് നാട്ടില് ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുമല്ലോ, ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറച്ചധികം ഫണ്ട് റൈസിങ് നടക്കുമല്ലേ, നമ്മള് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നടക്കുമല്ലോ. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ ആക്സിഡന്റിന് ശേഷം എനിക്കത് നോക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും പൊട്ടിപ്പോയി, കടം വന്നു. ഏകദേശം 17 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചതിന്റെ കടം വന്നു. അപ്പൊ അവര് എന്ത് ചെയ്തു, ചീറ്റിംഗ് കേസ് കൊടുത്തു. 420 and 409 IPC ചീറ്റിംഗ് കേസ് കൊടുത്തു. അപ്പം ഈ കേസ് ഓൾറെഡി കോടതിയിലുണ്ട്. അപ്പം കോടതിയിൽ നിന്ന് ഈ കേസും എന്റെ മാനസികാവസ്ഥയും കൂടെ വെച്ചിട്ട് കോടതിയും പറഞ്ഞു എന്ത് ഹോസ്പിറ്റലിൽ അടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ സാദിഖ് ഡോക്ടറിന്റെ കീഴില് ഫോറൻസിക് സെല്ലിൽ അടക്കുകയാണ്. ആക്ച്വലി എത്ര നാള്? 90 days. അതായത് ഫോറൻസിക് സെല്ലിൽ 2 സെല്ലുണ്ട്.
ഒന്ന് ഫോറൻസിക് സെല്ല്, കോടതി വിധിച്ചിട്ട് വരുന്ന ആൾക്കാരെ കിടത്താനുള്ളതും മറ്റു നോർമൽ ആയിട്ടുള്ള സിവിലിയൻസിനെ കിടത്താനുള്ളതും. അപ്പം എന്നെ നേരെ ഫോറൻസിക് സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ 14 പേരുള്ള ഒരു ജനറൽ വാർഡാണ്, ഒരു ജനറൽ സെല്ല് പോലെ. അപ്പൊ അതിലേക്ക് കയറ്റുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സെല്ലിന്റെ വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഹോസ്പിറ്റലാണ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ സെല്ലിലേക്ക് ഒരു പേഷ്യന്റ് ആയിട്ടാണ് എന്നെ കയറ്റുന്നത് ആശയിൽ. അങ്ങനെ ലൈക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് തന്നെ കയറുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പിറുപിറുക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഈ നഷ്ടപ്പെട്ടൊരു പിറുപിറുക്കലുണ്ടല്ലോ, ആ സമയത്ത് ഇച്ചായ എന്ന് പറയുന്ന ഒരാളുണ്ട് ആ സെല്ലില്, എല്ലാവരും ഇച്ചായ എന്നാ വിളിക്കുക. അദ്ദേഹം 15-16 വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അസുഖം മാറിയിട്ടും അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാനോ സ്വീകരിക്കാനോ ഒരാളില്ലാത്തതിന്റെ പേരിൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പിറുപിറുത്തപ്പോ മൂപ്പര് എണീറ്റിട്ട് എടാ മിണ്ടാതിരി എടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതിൽ ഞാൻ അറിയാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിനെ അടിച്ചു. അപ്പൊ അടിച്ചതിൽ എന്ത് ചെയ്ത്, പെട്ടെന്നുള്ള അടിയല്ലേ, അപ്പൊ അദ്ദേഹം വീണു. അടിയിലേക്ക് വീണ സമയത്ത് നെറ്റി പൊട്ടിയിട്ട് ചോര വന്നു. എന്നെ അറ്റൻഡർമാർ വന്നിട്ട് എന്നെ സിംഗിൾ സെല്ലിൽ കൊണ്ടുപോയിട്ടു. സിംഗിൾ സെല്ലിൽ കൊണ്ടുപോയിട്ടാണ്ട് എന്ത് ചെയ്ത് എനിക്ക് സഡേഷൻ തന്നു. അങ്ങനെ ഞാൻ സഡേഷനിൽ ഉറങ്ങി. രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 22 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു നേഴ്സ്, ഒരു നല്ല വെള്ളാരങ്ങണ്ണൊക്കെയുള്ള ഒരു നഴ്സ്, ലിയ എന്നാണ് ആ പേര്. ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നേഴ്സിനെ കുറിച്ചിട്ട്. ലിയ എന്ന് പറയുന്ന പേരിൽ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവള് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നാണ്ട് എണീക്കേട്ടാ എന്നിങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ മരിച്ച കുട്ടിയില്ല അന്നയുടെ കണ്ണ് ഭയങ്കര വെള്ളര കണ്ണായിരുന്നു, ഭയങ്കര പൂച്ചക്കണ്ണ് കളിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെയിം കണ്ണാണ് അവളുടെ കണ്ണ്. ഇപ്പോഴും കുതിരവട്ടത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നേഴ്സ്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് അവിടെ നേഴ്സാണ്, മെയിൽ നേഴ്സാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ഇവര് എണീക്കേട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ മലന്ന് കിടക്കുന്ന സമയത്ത് നോക്കുമ്പോ കണ്ണിങ്ങനെ കാണുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടു. അപ്പൊ സീരിയസ്ലി നിങ്ങൾക്ക് എത്രത്തോളം അതിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് പറ്റുന്നുണ്ട്. അത്രയും സെഡേഷൻ ഉള്ള സ്ലീപ്പിംഗ് പിൽസ് ആണ് എനിക്ക് തന്നിരിക്കുക, അതും ബൈ ഇഞ്ചക്ഷൻ അല്ലെ. അപ്പൊ അത്രയും ഡൗൺ ആയിട്ട് എണീക്കുന്ന ഒരാൾക്ക് ഇത് കാണുന്ന സമയത്ത് എക്സാക്ട്ലി ആ രീതിയിലായിരിക്കും ഇമാജിൻ ചെയ്യുക. ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു, ലിയാണ് അല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഈ കുട്ടി ഓവർ ഷിഫ്റ്റ് എടുക്കും എനിക്ക് വേണ്ടിയിട്ട്. ലിയ എന്നെ ഇങ്ങനെ എടുത്തിങ്ങനെ കേട്ടിരിക്കും. സെല്ലിന്റെ വെളിയിൽ വെളിങ്ങനെ ഇരിക്കും. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ആരാണെന്ന് പോലും ഈ കൊച്ചിന് അറിയില്ല. എന്റെ പ്രശ്നങ്ങൾ ഈ കൊച്ചിന് കേൾക്കണ്ട. എന്നോട് എന്തൊക്കെയോ സംസാരിക്കും, എന്നോട് എന്തൊക്കെയോ ചോദിക്കും. ഞാൻ കുറച്ചേ സംസാരിക്കുകയുള്ളൂ, പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അവര്. എനിക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയവള്. ഭ്രാന്താശുപത്രിക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചത് ലിയാണ്. നമ്മൾ ഭ്രാന്താശുപത്രി എന്നൊക്കെ പറയും, ലൈക്ക് മെന്റൽ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പൂന്തോട്ടത്തിലൂടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് വയലിനൊക്കെ വായിക്കും അവര്. ഈ മദർ തെരേസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ മദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. ആ വേർഡ് എക്സാക്ട്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ലിയ. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ. എൻ്റെ കൂടെ ഓവർനൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്. ഐ മീൻ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഹോപ്പ് ഡ്രോപ്പ് ഇട്ട് തരൂലേ,